ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ശ്രീമൻ നാരായണീയം ദശകം 49 വൃന്ദാവന പ്രവേശം. ഈ ദശകത്തിൽ ഭഗവാന്റെ മഹത്വമറിയാത്ത ഗോപന്മാർ വൃക്ഷം വീഴുക, ഇതിനു മുന്നേയും കുറേ ആപത്തുകൾ നീങ്ങിപ്പോയല്ലോ തുടങ്ങി നടന്ന സംഭവങ്ങൾ ഭാവിയിലെ ആപത്തിനെ സൂചിപ്പിക്കുന്നതെന്ന് ധരിച്ച് ഗോകുലം വിട്ട് മറ്റൊരിടത്ത് പോയി താമസിക്കാൻ തീരുമാനിക്കുന്നതിനെക്കുറിച്ചാണ് ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. ഗോകുലത്തിൽ പ്രമുഖനായ ഒരു ഉപനന്ദൻ അവിടെ നിന്നും പടിഞ്ഞാറു മാറി വൃന്ദാവനമെന്ന ഉപവനം ഉണ്ടെന്ന് ഗോപന്മാരെയും നന്ദഗോപരെയും അറിയിച്ചു. അത് പ്രകാരം ഉപനന്ദൻ പറഞ്ഞ ഉടനെ തന്നെ നന്ദഗോപർ തുടങ്ങിയവർ ഇത്രയും കാലം ഭഗവാന്റെ ആവാസസ്ഥലമായിരുന്ന ബൃഹദ്വനമെന്ന ഗോകുലത്തെ പഴയതുപോലെ ഗോഷ്ഠമാക്കി തീർത്തു. ശ്രീകൃഷ്ണനും യശോദയും കയറിയ ശ്രേഷ്ഠമായ വാഹനത്തിൻ്റെ പിന്നാലെ മറ്റുള്ളവരും വാഹനങ്ങളിൽ യാത്ര തിരിച്ചു. വണ്ടികളുടെയും കാളകളുടെയും കുളമ്പടികളുടെയും ശബ്ദങ്ങൾക്കിടയിൽ ഭഗവാന്റെ നർമ്മഭാഷണത്തിലെ അക്ഷരങ്ങളും ശ്രദ്ധിച്ച് ആസ്വദിച്ച് മുന്നോട്ടു പോയ ഗോപവനിതമാർക്ക് യാത്രാക്ലേശവും മാർഗദൈർഘ്യവും ഒട്ടും അറിഞ്ഞില്ല. വിടർന്ന മുല്ല, പിച്ചി തുടങ്ങിയ പുഷ്പങ്ങളെ വഹിക്കുന്ന വൃക്ഷങ്ങളും പച്ചപ്പുൽത്തകിടികൾ കൊണ്ട് മരതകം പതിച്ച തളത്തിൻ്റെ ശോഭയും നിറഞ്ഞു നിൽക്കുന്ന വൃന്ദാവന പ്രദേശം ഭഗവാന് അതീവ ഹൃദ്യമായി തോന്നി. ആ പ്രദേശം എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു. പുതിയ ഗൃഹങ്ങൾ നിർമ്മിച്ച് ഗോപന്മാരെല്ലാം സുഖമായി താമസമായി കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ഗോപകുമാരന്മാരൊന്നിച്ച് ആ ദേശം മുഴുവൻ ചുറ്റിക്കാണാൻ പോയി. സദാ മയിലുകളുടെ മനോഹര ശബ്ദവും നവരത്നങ്ങളുടെ പ്രഭ കൊണ്ട് ശബളവും സത്യലോകത്തെ സ്പർശിക്കുന്ന കൊടുമുടികളോട് ചേർന്നതുമായ ഗോവർദ്ധന പർവ്വതം മറ്റൊരാനന്ദപ്രദമായ കാഴ്ചയാണ് നൽകുന്നത്. ഗോപബാലന്മാരോടൊത്ത് വൃന്ദാവന ഭംഗി കണ്ടുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ എവിടെയൊക്കെ സഞ്ചരിച്ചുവോ അവിടെയൊക്കെ അനുരാഗവതിയായ ഒരു നായിക എന്ന പോലെ ഏകയായി കാളിന്തി നദി കൃഷ്ണന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ആ മനോഹരമായ വൃന്ദാവനം പശുക്കൾക്കും വളരെ ഹിതകരമായിരുന്നു. ബലരാമനും ഗോപന്മാരും ഒന്നിച്ച് ഭഗവാൻ പശുക്കളെ മേയ്ക്കുന്നതിൽ താൽപ്പര്യമുഴുത്ത് അവിടെയെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. തൻ്റെ രോഗം മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 49 വൃന്ദാവന പ്രവേശം. ശ്ലോകം 1. ഭവത്പ്രഭാവാ വിദുരാഹി ഗോപാസ്തരുപ്രപാദാദികമത്ര ഗോഷ്ഠേ അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിതേനു. ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. ഭവത് പ്രഭാവാ വിദുര ഹി ഗോപാ തരു പ്രപാദാദികം അത്ര ഗോഷ്ഠേ അഹേതും ഉത്പാദഗണം വിശങ്ക്യ പ്രയാതും അന്യത്ര മനോ വിതേനു. ലാസ്റ്റിൽ വിസർഗം, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഭവത് പ്രഭാവാത് വിദുര ഗോപ, അങ്ങയുടെ മഹത്വം അറിയാത്ത ഗോപന്മാർ. തരുപ്രപാദാദികം, വൃക്ഷം വീഴുക തുടങ്ങിയവ. ഗോഷ്ഠേ, ഗോകുലത്തിൽ. അഹേതും, കാരണം കൂടാത്ത. ഉത്പാദഗണം, ദുശ്ശകുനത്തിൻ്റെ കൂട്ടം എന്നു. വിശങ്ക്യ, സംശയിച്ചിട്ട്. പ്രയാതും, പോകുന്നതിന്. അന്യത്ര, മറ്റൊരു സ്ഥലത്തേക്ക്. മനസ്സ്. വിതേനു, ഉറപ്പിച്ചു. നമുക്കിതിലെ വാക്കുകളുടെ അക്ഷരങ്ങൾ നോക്കാം. ഭവത്
ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രഭാവാവിതുര, പ്രഭ എന്നുള്ളതിൻ്റെ ഭ എന്ന് ഊന്നി പറയാനുള്ളതാണ്. ഹി ഗോപാ ചേർത്ത് ചൊല്ലുമ്പോൾ ഗോപാസ്തരു എന്ന് വരും. ഗോപാ എന്ന് നിർത്തി ചൊല്ലുകയാണെങ്കിൽ തരു പ്രഭാതാധികമത്ര അങ്ങനെ വരും. ഗോഷ്ഠേ ഷ്ഠേ എന്നുള്ള ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിതേനു, അവിടെ വിസർഗം, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. ഭവത്പ്രഭാവാവിതുരാഹി ഗോപാസ്തരുപ്രഭാതാധികമത്ര ഗോഷ്ഠേ അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിതേനു. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. തത്രോപനന്ദാഭിഥഗോപവർയോ ജഗൗ ഭവത്പ്രേരണയൈവ നൂനം ഇതഃ പ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. തത്രോപനന്ദാഭിഥ ഗോപവർയോ ജഗൗ ഭവത് പ്രേരണയൈവ നൂനം ഇതഃ പ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തത്ര അവരുടെ കൂട്ടത്തിലുള്ള ഉപനന്ദാഭിധ ഗോപവർയ ഉപനന്ദൻ എന്നു പേരായ ഒരു ഗോപപ്രമുഖൻ ഭവത് പ്രേരണയാ ഏവ അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെ ജഗൗ പറഞ്ഞു ഇത ഇവിടെ നിന്ന് പ്രതീച്യാം പടിഞ്ഞാറായി മനോജ്ഞം മനോഹരമായ വൃന്ദാവനം നാമ വൃന്ദാവനം എന്നു പേരുള്ള വനം കാട് വിരാജതി ശോഭിച്ചു വിരാജിക്കുന്നു നിശ്ചയം. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. തത്രോപനന്ദാഭിഥ നന്ദ എന്നുള്ളത് നാദ് എന്നാണ്. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളതും ജഗൗ ഗ എന്നാണ്. ഭവത് പ്രേരണയൈവ ഭവത് ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നൂനം നൂ എന്നാണ്. ന്യൂ എന്നല്ല നൂനം. ഇത അവിടെ വിസർഗം. പ്രതീച്യാം വിപിനം മനോജ്ഞം ജ ഞ എന്നാണ്. ജ്ഞ എന്നുള്ളത് മനോജ്ഞം. വൃന്ദാവനം ന്ത് ഇവിടെ അതേപോലെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ന്ത് നാദ് എന്നാണ്. നാമ വിരാജതീതി അങ്ങനെ നിർത്താം. നീട്ടും വേണ്ട, വിസർഗവും ഒന്നുമില്ലാതെ അങ്ങനെ നിർത്താം. വിരാജതീതി. തത്രോപനന്ദാഭിഥ ഗോപവർയോ ജഗൗ ഭവത് പ്രേരണയൈവ നൂനം ഇതഃ പ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.